ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനം ആശംസിക്കുന്നു. ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പിറവി തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 13-ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പരിശുദ്ധ കുർബാന മുടക്കാതെ നിരന്തരം ഹൃദയത്തിൽ മുഴങ്ങുന്ന സുഹൃത ജപത്തിന്റെ അകമ്പടിയോടെ, അതോടൊപ്പം തന്നെ നല്ല നോമ്പിന്റെ ചൈതന്യത്തിൽ നമ്മൾ 13-ാം ദിനത്തിന്റെ ദൈവവചന വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 41-42 വാക്യങ്ങൾ. 2 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. കാത് കൂർപ്പിച്ച് ആ ദൈവവചനം ശ്രദ്ധിക്കുക. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്തു വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ശ്രദ്ധിക്കാവോ? ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണോ? നിറഞ്ഞവരാണെങ്കിൽ എന്തായിരിക്കും അതിനുള്ള പ്രധാനപ്പെട്ട ഒരു തെളിവ്? ശ്രദ്ധിക്കുക. അമ്മയുടെ അഭിവാദന സ്വരത്തിൽ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നു. അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. തൊട്ടടുത്ത വാക്യം എങ്ങനെയാണ്? അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായ എലിസബത്തിന്റെ അടുത്ത റെസ്പോൺസ് ഇതാണ്: മറിയത്തെ ഉയർത്തുക, മറിയത്തെ വാഴ്ത്തി പാടുക. തൊട്ടടുത്ത് നിൽക്കുന്ന അവളുടെ ശ്രേഷ്ഠത തിരിച്ചറിയുന്നവളായ എലിസബത്ത്, ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ്. എന്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ മഹത്വം, മാഹാത്മ്യം, അവരുടെ നന്മ, അത് തിരിച്ചറിയാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണുകളെ തുറന്നിരിക്കും. ഒരാൾക്ക്, എന്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക്, ഞാൻ ആരോടൊപ്പമാണോ സഹവസിക്കുന്നത്, എന്നോട് വളരെ ചേർന്ന് നിൽക്കുന്ന അവർക്ക് എത്രയേറെ ന്യൂനതകൾ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, അവരിലെ നന്മകളെ കാണാനും അവരിലെ കഴിവുകളെ കാണാനും അതിനെ പ്രതി അവരെ ഒന്ന് പ്രശംസിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സ് നമ്മിൽ രൂപപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ മാത്രമാണ്. ഒരുപക്ഷെ അങ്ങ് അകലെ നിൽക്കുന്നവരുടെ മഹത്വം നമുക്ക് കാണാനായിട്ട് പറ്റുമായിരിക്കും. ദൂരെ നിൽക്കുന്ന, ഇത് ഇന്ന വീട്ടിൽ അവർ ഇത്രയും വലിയ വ്യക്തികളാണ് എന്ന് പറയുന്നവരാകാം. പക്ഷേ എന്റെ വീട്ടിൽ തന്നെയുള്ളവരുടെ ശ്രേഷ്ഠത, അവരുടെ നന്മ ഒന്ന് പറയാനായിട്ട് എനിക്ക് എന്റെ നാവിനെ ചലിപ്പിക്കാനായിട്ടാകുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത അത് ഇതാണ്: അടുത്ത് നിൽക്കുന്നവരുടെ മഹത്വം, അവരുടെ ന്യൂനതകളെ വിസ്മരിച്ചിട്ട് തന്നെ അവരുടെ മഹത്വത്തെ, അവരുടെ നന്മയെ കാണാനായിട്ട് പറ്റും. ശ്രദ്ധിക്കുക, ഇവിടെ എലിസബത്ത് മറിയത്തെക്കാൾ എത്രയോ വയസ്സ് മുതിർന്നതാണ്. തന്നെക്കാൾ ഒരുപാട് വയസ്സ് താഴ്ന്ന മറിയത്തെ നോക്കി എലിസബത്ത് പാടുകയാണ്. എലിസബത്ത് പറയുകയാണ്, എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? നീ എന്റെ അടുത്ത് വന്നിരിക്കുന്നത് തന്നെ എനിക്കൊരു ഭാഗ്യമാണ്. അതായത് മറിയത്തിന്റെ മുൻപിൽ ചെറുതാകുന്ന ഈ എലിസബത്ത് മറ്റുള്ളവരുടെ നന്മയെ അംഗീകരിച്ച് ചെറുതാകാനായിട്ട് തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ വളർത്തും. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ഇങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാവുക പ്രധാനപ്പെട്ടതാ. ഒരിക്കൽ ഡോൺ ബോസ്കോ കൊച്ചു ഡൊമിനിക് സാവിയോയുമൊത്ത് ജീവിക്കുന്ന കാലഘട്ടം, അതായത് ഡോൺ ബോസ്കോ എന്ന് പറയുന്ന അച്ഛന്റെ ഓറട്ടറിയിൽ വളരുന്ന ഒരു കൊച്ചു പയ്യനാണ് ഡൊമിനിക് സാവിയോ. ആ ഡൊമിനിക് സാവിയോ ഒരു ദിവസം രാത്രിയിൽ ഡോൺ ബോസ്കോ എന്ന അച്ഛന്റെ മുറിയിൽ ചെന്ന് മുട്ടി. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, പെട്ടെന്നൊന്ന് വാ, എന്റെ പിന്നാലെ ഒന്ന് വാ. ഡോൺ ബോസ്കോയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ നിറ സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ അച്ഛൻ ഈ കൊച്ചു പയ്യൻ പറഞ്ഞത് കേട്ടിട്ട് ഉടനെ തന്റെ കുപ്പായം, ലോഹയൊക്കെ ധരിച്ച് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. രാത്രിയിൽ ഡൊമിനിക് സാവിയോ മെല്ലെ ഈ കെട്ടിടത്തിന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഡോൺ ബോസ്കോ കൊച്ചു ഡൊമിനിക് സാവിയോയെ അങ്ങ് പിന്തുടരുന്നു. അങ്ങനെ നഗരമധ്യത്തിലൂടെ രാത്രിയിൽ ആ യാത്ര മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു കെട്ടിടത്തിന്റെ മുന്നിൽ ഡൊമിനിക് സാവിയോ നിന്നു. ഉടനെ ഡോൺ ബോസ്കോയിൽ നിന്നു. ആ കെട്ടിടത്തിന്റെ 3-ാമത്തെ നിലയിലേക്ക് ഡൊമിനിക് സാവിയോ തിടുക്കത്തിൽ കയറിപ്പോകുന്നത് ഡോൺ ബോസ്കോ ശ്രദ്ധിച്ചു. ഡോൺ ബോസ്കോയും അവന്റെ പിന്നാലെ ആ പടികൾ കയറി. അങ്ങനെ 3-ാം നിലയിലെത്തി. 3-ാം നിലയിലെത്തിയപ്പോൾ ഡൊമിനിക് സാവിയോ ആ കതകിൽ ശക്തമായിട്ടൊന്ന് കൊട്ടി. ഒരു മുറിയാണ്, ആ മുറിയുടെ കതകിൽ ശക്തമായി ഒന്ന് കൊട്ടി. ഉടനെ ഒരു അമ്മച്ചി പുറത്തേക്ക് വന്നു. ഡൊമിനിക് സാവിയോ ഒന്ന് മാറി. ഡോൺ ബോസ്കോ എന്ന അച്ഛനെയാണ് ഈ അമ്മച്ചി പെട്ടെന്ന് കാണുന്നത്. ഈ അമ്മച്ചി വലിയ സന്തോഷത്തോടുകൂടെ, എന്നാൽ ഒരല്പം അസ്വസ്ഥയും ആയിക്കൊണ്ട്, കർത്താവേ, നീ എന്റെ പ്രാർത്ഥന കേട്ടിട്ട്
എന്റെ ഭർത്താവിന്റെ ഈ മരണാസന്ന നിലയിൽ ഈ ശുശ്രൂഷ പകരാനായിട്ട്, ഈ ദൈവിക ശുശ്രൂഷ പകരാനായിട്ട് ഇവിടേക്ക് ഈ വൈദികനെ നയിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ഈ അച്ഛനെ മുറിക്കുള്ളിലേക്ക് സ്വീകരിച്ചു. അപ്പോഴാണ് ഡോൺ ബോസ്കോ എന്ന അച്ഛൻ കാണുന്നത്, ദേ ഈ അമ്മച്ചിയുടെ ഭർത്താവ് മരണാസന്നനായി കിടക്കയിൽ. പെട്ടെന്ന് ഡോൺ ബോസ്കോ വേണ്ട ശുശ്രൂഷ, രോഗീ ലേപന ശുശ്രൂഷ എല്ലാം കൈമാറി. അങ്ങനെ ആ വ്യക്തി നിത്യവിശ്രമത്തിനായിട്ട് ക്ഷണിക്കപ്പെട്ടു. ശ്രദ്ധിക്കാവോ, കൊച്ചു ഡൊമിനിക് സാവിയോയെ പെട്ടെന്ന് അനുസരിക്കാനായിട്ട് ഡോൺ ബോസ്കോ എന്ന അച്ഛനെ പ്രേരിപ്പിച്ചത് ആ അച്ഛനിലുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. അവൻ പറയുന്നതൊന്ന് കേൾക്കാമെന്ന് വെച്ചത് അത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ മാത്രമാണ്. ഇപ്രകാരം നമുക്കും മറ്റുള്ളവരെ അംഗീകരിക്കാനായിട്ടുള്ള ഒരു കൃപ ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ മാത്രമാണ്. മറ്റുള്ളവരുടെ നന്മയെ തിരിച്ചറിയാൻ, എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരുപക്ഷെ ജീവിത പങ്കാളിയുടേതാകാം, മക്കളുടേതാകാം, നന്മയെ തിരിച്ചറിയാൻ തക്ക രീതിയിൽ ഞാൻ പ്രാപ്തനാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം വ്യക്തമാണ്, പരിശുദ്ധാത്മാവിന്റെ നിറസാന്നിധ്യം നമ്മളിലുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ പ്രചോദിപ്പിക്കട്ടെ. ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാം. കുളിരാൽ വിറയ്ക്കുന്ന ഉണ്ണീശോയെ, അങ്ങേ ഞാൻ മുത്തുന്നു, അങ്ങേ ഞാൻ തഴുകുന്നു, അങ്ങ് എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ.